ഇല്ലാടികളെ അങ്ങനെ ഞാൻ ഇന്നലെ യൂട്യൂബ് എടുക്കുന്ന സമയത്താണ് ഇല്ലട ഒരു പോസിറ്റീവ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇല്ലട നമ്മുടെ പ്രവീൺ പ്രണവ് യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ വന്നിരിക്കുകയാണ് ഇല്ലട ഈ ബെറ്റർ സ്റ്റാർട്ട് മനസ്സിലല്ലേ പ്രവീൺ ആയിട്ട് ഒരു വീഡിയോ ഇട്ടിരിക്കുകയാണ് ബെറ്റർ സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഇട്ടപ്പോൾ നല്ല വ്യൂസ് ഇല്ലട ഏകദേശം ഒരു 3 മണിക്കൂറിൽ തന്നെ ഒരു 5 ലക്ഷം ഒരു 500,000 വ്യൂസ് അങ്ങോട്ട് കയറി. പിന്നെ ഞാൻ ഇപ്പം നോക്കുന്ന സമയത്ത് 12 മണിക്കൂറിൽ ഏകദേശം 1.5 ലക്ഷം വ്യൂസ് ഇല്ലടല്ലേ. ഇത് വെച്ചാൽ ആൾക്കാർ അത്രയും വെയിറ്റിംഗ് ആണ് മനസ്സിലായി. എന്താ വെച്ചാൽ അത്രയും വെയിറ്റിംഗ് ആയിരുന്നു. എന്താ വെച്ചാൽ ഇവരുടെ പ്രശ്നമൊക്കെ ഒതുങ്ങണം, ഇവർ തമ്മിൽ ഒന്നിക്കണം. എന്താ വെച്ചാൽ ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഇല്ലട. പേഴ്സണലി എനിക്കും ഞാൻ പറഞ്ഞില്ല ഇവരുടെ ഒരു വ്ളോഗ് ഇല്ലെങ്കിൽ ഇവരുടെ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ എനിക്കും കാണുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്താ വെച്ചാൽ ഇവരുടെ ഒരുമിച്ചുള്ള ഡാൻസ് ഭയങ്കര നമ്മളിപ്പോൾ ഫാമിലി വ്ളോഗ് ഇല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ കാണാൻ വേണ്ടിയില്ല. നമ്മൾ മെന്റലി സ്ട്രെസ്സൊക്കെ നമുക്ക് പോകും, ഇല്ലെങ്കിൽ നമ്മളൊരു ഹാപ്പി മൈൻഡ് ആയിരിക്കും മനസ്സിലായില്ല. എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ടതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. നമുക്കില്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലുള്ളതൊക്കെ പോകും, നമ്മുടെ ആ ഒരു ഡേ ഓക്കെ കേട്ടല്ലോ. അപ്പോൾ ഞാൻ ഇവരുടെ വ്ളോഗ് കാര്യങ്ങളിൽ ഇപ്പോൾ എല്ലാ ഫാമിലി വ്ളോഗാണെങ്കിൽ കൂടി കാണുമ്പോൾ ഞാൻ ഹാപ്പിയാണ് ഇല്ലട മനസ്സിലായില്ല. അപ്പോൾ ഈ ബെറ്റർ സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു വീഡിയോ വന്നിട്ടുണ്ട് ഇല്ലട. നൈസായിരുന്നു. ആ വീഡിയോയിൽ എന്താ സംഭവം ചോദിച്ചിട്ടുള്ള നമ്മുടെ മൃദുല ചേച്ചി പ്രവീണായിട്ട് വന്നിട്ട് ഒരു ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിൽ വെച്ച് കഴിഞ്ഞാൽ ആയുർവേദിക് സംഭവം മറ്റേ മസാജ് കാര്യങ്ങളൊക്കെ അങ്ങനത്തേക്ക് ഇല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസി കഴിഞ്ഞ് കഴിഞ്ഞാൽ മസാജ് കാര്യങ്ങൾ ബോഡിയൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് മൃദുല ചേച്ചിയും കൊണ്ട് അവിടെ പോയതാണ്. ഒരു 13 ദിവസം ട്രീറ്റ്മെന്റ് ആണ് അവിടെ ഇല്ലട. 13 ദിവസം 20 ദിവസമാണോ തോന്നുന്നു, 20 ദിവസം ഇല്ലട. 20 ദിവസം ട്രീറ്റ്മെന്റ് ആണ്. 13 ദിവസം അവർ അവിടെ പോയിട്ട് മനസ്സിലായില്ലേ. അപ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ ഇവർ വീട് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് മനസ്സിലായി. എന്താ വെച്ചാൽ പ്രശ്നം കഴിഞ്ഞ ശേഷം ഇവരത് വാടക വീട്ടിലൊക്കെ താമസിച്ചിട്ടുണ്ടായിരുന്നു. വാടക വീട് പറഞ്ഞാൽ ഒരു റൂമൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ഇവരെന്താണെന്ന് ചോദിച്ചാൽ സ്വന്തമായിട്ട് എന്തെങ്കിലും വീട് വേണമല്ലോ സ്വന്തമായിട്ട് മനസ്സിലായി. അപ്പോൾ വീടും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പ്രവീണാട്ടൻ അത് പറയുന്നുണ്ട്. ഇത് ഞങ്ങൾ ഇവിടെ ആണെങ്കിൽ കൂടി ഞാൻ മൃദുലയും കൂടി വീടും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പോകുന്നുണ്ട്. പിന്നെ അവിടെ ട്രീറ്റ്മെന്റ് ഒന്നും കുഴപ്പമില്ലെന്ന് പറയുന്നില്ല. ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി പാർക്കിലും അങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തും വേറെ കൊല്ലത്ത് എവിടെയൊക്കെയാണ് ബ്രാഞ്ച് ഉള്ളത് ഇല്ലാട്ടുള്ള. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ബെറ്റർ സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു 10,000 കമന്റ് വന്നിട്ടുണ്ടാകും. എല്ലാവരും പോസിറ്റീവ് റെസ്പോൺസ് ആണ്. എല്ലാവരും പോസിറ്റീവ് റെസ്പോൺസ് ആണ്. നമ്മുടെ പാസ്റ്റ് ഇനിയിപ്പോൾ നമ്മുടെ എന്താ പ്രശ്നങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്ന പോലും ഇല്ല അവർ മനസ്സിലായി. എന്താ വെച്ചാൽ നിങ്ങൾ എന്താ പ്രശ്നം ഒന്നും അന്വേഷിക്കില്ല. എന്ന് വെച്ചാൽ ഓഡിയൻസിന് അതാണ് വേണ്ടത്. അവർ തമ്മിലൊരു വീഡിയോ വേണം, അല്ലെങ്കിൽ അവരുടെ വീഡിയോ തന്നെ വേണം. അവരിത് പറയുന്നത് കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ്. നിങ്ങളിനിയും ഇങ്ങനെ തുടർന്ന് മുന്നോട്ട് പോട്ടെ, തൊണ്ടിൽ പ്രശ്നമില്ലടല്ലേ, തുടർന്ന് മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ടൊക്കെ പറയുന്നത് ഇല്ലട. ഞാനും അതേ ഉദ്ദേശിക്കുന്നുള്ളൂ മനസ്സിലായി. ഇവർ പ്രശ്നം എല്ലാം പറഞ്ഞു തന്നിട്ട് തുടർന്ന് അങ്ങനെ പോട്ടെ, ഒരുമിച്ചുള്ള വീഡിയോ വരട്ടെ എന്ന് നമ്മളും പറയുന്നത്. ഞാൻ അതാണില്ല മുമ്പ് ഞാൻ വീഡിയോയിൽ പറഞ്ഞതാണ്. ഇവർ തമ്മിലുള്ള ഒരുമിച്ചുള്ള വീഡിയോ കാണാം മനസ്സിലായി. അല്ലാതെ ഒരിക്കലും നമ്മളും പ്രശ്നമാകാൻ ആഗ്രഹിച്ചില്ല. അപ്പോൾ നമ്മൾ കണ്ടന്റിന് വേണ്ടി ഒരിക്കലും പ്രശ്നമാകാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇവർ തമ്മിൽ ഒരുമിച്ച് തന്നെ വേണം, ഒരുമിച്ചുള്ള വീഡിയോ വേണം. ബാക്കിയുള്ള എന്താ വെച്ചാൽ അത്ര ആൾക്കാർ വെയിറ്റിംഗ് ആണ് മനസ്സിലായി. അപ്പോൾ ബെറ്റർ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ വീഡിയോയിൽ അവസാന പോർഷൻ ഞാൻ മാത്രം വെക്കാറില്ല. എന്താ വെച്ചാൽ പ്രവീണാട്ടൻ അങ്ങനെ എല്ലാത്തിനും കൂടി നമ്മൾ ഈ പ്രശ്നത്തിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ബട്ട് എന്നാലും ഇനി ഇതാണ് സംഭവം എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. 1 മിനിറ്റ് പോലും ഇല്ല. അത് നമ്മൾ പ്ലേ ചെയ്യട്ടെ. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ കഴിയുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തടുത്ത ബ്ലോഗുകൾ അടുത്തടുത്ത ദിവസങ്ങളിലേ അങ്ങോട്ടും വരുന്നതാണ്. ഇനി എന്താ പറയുക, ഇനി നമുക്ക് വീടൊക്കെ നോക്കണം, വീടിൻ്റെ കാര്യങ്ങൾ അങ്ങനത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ അടുത്തടുത്ത വീഡിയോകളിൽ വരും. ഞങ്ങള് പുറത്തിറങ്ങിട്ട് ഹാപ്പി ആയിട്ടടി. അപ്പൊ ഗൈസ് ടാറ്റാ ആൻഡ് ബൈ ബൈ. അപ്പോൾ അതാണ് ഇല്ല കണ്ടില്ലേ, കുട്ടീനെയും കാണിച്ചു. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഹാപ്പിയാണ് ഇല്ലല്ലേ. ചേച്ചി മൃദുല ചേച്ചിയാണെങ്കിൽ പ്രവീണാണ് ഹാപ്പിക്കാണ് പൊതുവെ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള ഇനിയിപ്പോൾ നടന്നത് എന്തൊക്കെയോ ആയിക്കോട്ടെ, ഇനി പാസ്റ്റ് ഈസ് പാസ്റ്റ് ഓൾവേസ് പാസ്റ്റ് നമ്മൾ പറഞ്ഞു കേട്ടോ. അതുപോലെ നടന്നത് എന്തോ ആയിക്കോട്ടെ, ഇനിയുള്ള ലൈഫ് മനസ്സിലായില്ല. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് നമ്മൾ പ്രസന്റ് ലൈഫിൽ ജീവിക്കില്ല കേട്ടോ മനസ്സിലായില്ലേ. ഫ്യൂച്ചർ എന്നൊരു സംഭവം മിസ്റ്റീരിയസ് ആണ്. നാളെ എന്ത് നടക്കുന്നുള്ളൂ നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇവർ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല നമുക്ക് ഇങ്ങനെ ഒരു നമ്മളെ ഫാമിലി തമ്മിൽ ഇങ്ങനെ പ്രശ്നമാവും, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തും, ഇത്രയ്ക്കൊരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകും എന്നൊന്നും അവർ വിചാരിച്ചിട്ടുണ്ടല്ല. അപ്പം ഞാനും അത് പറയുള്ളൂ, നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ പ്രസന്റ് ലൈഫിൽ ജീവിക്കുക. ഇപ്പോൾ കഴിഞ്ഞു പോയത് കഴിഞ്ഞു, വരാനുള്ളത് എന്തായാലും വരും. അപ്പം നമ്മളെന്താണ് ഇന്ന് ജീവിക്കുക മനസ്സിലായി. നാളെ എന്നൊരു സംഭവം സ്വപ്നം മാത്രമാണ്. അപ്പം എന്താ ഇന്ന് ജീവിച്ചങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതേ അപ്പോൾ നമ്മൾ വീഡിയോ കാണാനുള്ള ആൾക്കാരോട് പറയാനുള്ളൂ. അപ്പം നമ്മളെന്താ വെച്ചാൽ പ്രവീണാട്ടൻ്റെ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് ചെറിയ സന്തോഷമൊക്കെ ഉണ്ടല്ലോ. പക്ഷേ എന്താ വെച്ചാൽ അവർ വീഡിയോ ആയിട്ട് വന്നല്ലോ. ഇല്ല അവിടെ നമ്മളിപ്പോൾ ഓഡിയൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്തായിരിക്കും പ്രശ്നം, ഇല്ലെങ്കിൽ നമ്മളെന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും പ്രശ്നം കഴിഞ്ഞോ, ഇനി അവർ തമ്മിൽ ഒന്നിച്ചോ, ഇനി അതാ പുതിയ പ്രശ്നമായിട്ട് വന്നോ, ഇനിയിപ്പോൾ ലീഗലി മൂവ് ചെയ്തോ, ഇനിയിപ്പോൾ അച്ഛനമ്മ എന്ത് ചെയ്യുന്നു, പ്രണവേട്ടൻ എന്ത് ചെയ്യുന്നു, പ്രവീണാട്ടൻ എന്ത് ചെയ്യുന്നു, മൃദുല ചേച്ചി എന്ത് ചെയ്യുന്നു, കുട്ടി എന്ത് ചെയ്യുന്നുണ്ട് നമ്മളും ആലോചിച്ചുകൊണ്ടിരിക്കും. എന്തായാലും വീഡിയോ ആയിട്ട് വന്ന് നന്നായി. ഇനിയിപ്പോൾ പ്രണവേട്ടനും വീഡിയോ പറഞ്ഞാൽ അങ്ങനെ ഇല്ലല്ലോ, അവരുടെ ഫാമിലി വിശേഷങ്ങളായിട്ട് വരണം, അല്ലെങ്കിൽ ഇവർ ഒരുമിച്ചുള്ള വീഡിയോസൊക്കെ ഇനി വരണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ഒരിക്കലും ചെയ്യരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഓൾറെഡി ഇവർ ഏറ്റെടുത്താണ് മനസ്സിലായി. പ്രവീൺ പ്രണവ് എന്നൊരു യൂട്യൂബ് ചാനലും പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞ ഒരു കോംബോ ഏറ്റെടുത്താണ്. അപ്പോൾ ആ ഒരു കോംബോ തന്നെ വന്നു കഴിഞ്ഞാൽ ഓഡിയൻസിന് എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത് നമുക്കും പറയാനുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് ഇനി വരട്ടെ.
നമുക്ക് കാത്തിരിക്കാനില്ല. പ്രവീണേട്ടൻ പറയുന്നുണ്ട് ഇനിയുള്ള കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി വ്ലോഗ് നമ്മൾ കാര്യങ്ങളൊക്കെ ഇടുന്നതാണ് കണ്ടിന്യൂസ് ആയിട്ട്. ഇനിയിപ്പോൾ വരും ദിവസങ്ങളും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ അവർ പുതിയ വീഡിയോ എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ പ്രണവേട്ടനെ കാണലില്ല. പ്രണവേട്ടൻ്റെ ഒരു ചാനൽ കൂടെ അവിടെ ഉണ്ട്, നമ്മൾ കണ്ടല്ലോ. ആ ഒരു പ്രശ്നം നടന്ന സമയത്ത് പ്രണവ് കൊച്ചി എന്ന് പറഞ്ഞ ചാനൽ അവിടെ ഉണ്ടായിരുന്നു. അതിൽ ആ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അത് റിമൂവ് ചെയ്തു. കുഴപ്പമില്ല, ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതിൽ വ്ലോഗ് വരികയാണെങ്കിൽ സ്വാഭാവികമായി കാണും. ഫസ്റ്റ് ആൾക്കാർ ചിലപ്പോൾ വ്ലോഗ് ഇട്ട് കഴിഞ്ഞാൽ ചെറിയൊരു നെഗറ്റീവ് കാര്യങ്ങളൊക്കെ അടിക്കുകയായിരിക്കാം. ബട്ട് എന്നാലും കുഴപ്പമില്ല, അവർക്കൊക്കെ ഓക്കെയാണ്. കേട്ടല്ലോ. അപ്പോൾ നമ്മൾക്ക് ഇനി വെയിറ്റ് ചെയ്തിട്ടുള്ള, അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല നല്ല വീഡിയോസ് വരട്ടെ, അവർ ഒരുമിച്ചുള്ള വീഡിയോസ് വരട്ടെ. നമ്മളും വിചാരിക്കാനില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.